ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് കോളേജ് ഏതാണ്, എന്നുവെച്ചാൽ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ് ചോദിക്കുന്നുണ്ട്. എനിക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല. നോർമലി എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഏതൊക്കെ ടോപ്പ് കോളേജ്, എങ്ങനത്തെ കോളേജ്, റാങ്ക് വൈസ് ആണോ അതോ കീം വൈസ് ആണോ അത് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. സോ ഞാൻ ChatGPT-യോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് ലിസ്റ്റൊക്കെ കിട്ടി. ആ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സംഭവം ഏതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജാണ് ഏറ്റവും ബെസ്റ്റ് കേരളയിലെ ബെസ്റ്റ് കോളേജസ്, കുറച്ച് കോളേജസ് ആണ് ChatGPT അടിച്ചു നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഇൻ കേരള. കേരളയിലെ കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറേ പേര് +2 കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്, ഏത് കോളേജിൽ പോകണം, എങ്ങനെ പോകണം ഒന്നും ഐഡിയ ഒന്നുമില്ല. ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. എഞ്ചിനീയറിംഗ് മാത്രം പോയി പഠിച്ച് ജോലി വാങ്ങാൻ ഞാൻ പറയുന്നില്ല. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് ആ എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എഞ്ചിനീയറിംഗ്, നേഴ്സിംഗ്, MBBS അങ്ങനെ എല്ലാവരും എടുക്കുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് വെറൈറ്റി ആയിട്ട് എടുക്കാൻ നോക്ക് കേട്ടോ. എല്ലാ രീതിയിലേക്ക് മാത്രം പോവാതെ പല കോഴ്സുകളും, നമ്മളറിയാത്ത പല കോഴ്സുകളുണ്ട്. ഇങ്ങനെ ചെറിയ ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ കോഴ്സിനെ പറ്റി പറയുന്നത് ആഫ്റ്റർ +2 കഴിഞ്ഞിട്ട് പിള്ളേർക്ക് അറിഞ്ഞൂടാ എങ്ങോട്ട് പോകണം, എവിടെ പോയാൽ എവിടെ ചേരും എന്നൊക്കെ ഒരു ആർക്കും വലിയ ഐഡിയ ഇല്ല. എല്ലാവരും എന്ത് ചെയ്യും, വീട്ടുകാർ പറയും എഞ്ചിനീയറിംഗ് പോയി പഠിക്കും, 4 വർഷം അവിടെ കൊണ്ട് കളയും. ഉപകാരം ഉണ്ടെങ്കിൽ ഉപകാരമുണ്ട്, ഓക്കെ, ഞാൻ പറയുന്നില്ല, പഠിച്ച ഉപകാരമുണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാനുള്ള മെൻറ്റാലിറ്റി വേണം, നമുക്ക് പഠിക്കാനുള്ള ഒരു ഇതൂടെ വേണം. സപ്ലൈ അടിച്ചിരുന്നാൽ പിന്നെ നമുക്ക് അവിടെ നഷ്ടം ഉണ്ടാകുന്നത്, ആ ഇയേഴ്സ് നഷ്ടം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത്, കുറേ കോഴ്സുകൾ, കുറേ നല്ല സ്കോപ്പ് കിട്ടുന്ന കുറേ കോഴ്സുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. സോ അതൊക്കെ ഇരുന്ന് പഠിക്കാൻ നോക്കുക, അതൊക്കെ കണ്ടുപിടിച്ച് പഠിക്കാൻ നോക്കണം. എന്ന് വെച്ചാൽ ആരും പറഞ്ഞു തരത്തില്ല ഈ കോഴ്സ് പോകും. നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പോയി പഠിച്ച് അവർക്ക് ജോലി കിട്ടുമ്പോഴായിരിക്കും അവർ സംഭവങ്ങൾ പറയുന്നത്. ഇപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമോ, അവന്മാർ +2 കഴിഞ്ഞിട്ട് ഏതോ 2 വർഷം 1 വർഷത്തെ എന്തോ കോഴ്സ് പഠിക്കാൻ പോയിട്ട് അത് പാസ്സായിട്ട് പിന്നെ അവന്മാർ പുറത്ത് പോയിട്ട് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ 4 വർഷമായിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മമാരവിടെ പഠിച്ച് 1 വർഷം കൊണ്ട് പഠിച്ചോളെന്ന് തോന്നുന്നു, 1 വർഷം 1.5 വർഷം കൊണ്ട് എന്തോ ഒരു കോഴ്സ് പഠിച്ച് ആ കോഴ്സിന് പറ്റിയ ജോലിക്ക് കയറിപ്പോയി അവിടെ പോയി പൈസ ഉണ്ടാക്കുന്നു. എന്തോലും നമ്മൾ പഠിക്കുന്നത് പൈസ ഉണ്ടാക്കാനാണ്. പൈസ നേരത്തെ ഉണ്ടാക്കിയാലും താമസം ഉണ്ടാക്കിയാലും പൈസ തന്നെയല്ലേ. സോ അതൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെ ഇരിക്കും. സോ ഞാൻ കോളേജിനെ പറ്റി പറയാം. ഫസ്റ്റും സെക്കൻഡ് അങ്ങനെ കാറ്റഗറി വൈസ് അല്ല പറയുന്നത്, ടോപ്പ് കോളേജസ് ഇൻ കേരള കോളേജസിലെ ഫസ്റ്റ് കോളേജ് ഇതിനകത്ത് പറഞ്ഞൊക്കെ NIT കാലിക്കട്ട് റാങ്ക്ഡ് ഫസ്റ്റ് റാങ്ക് 1 കോളേജാണെന്നാണ് പറയുന്നത് ChatGPT-യിൽ. സോ എനിക്ക് അറിയത്തില്ല. ഓവറോൾ എഞ്ചിനീയറിംഗ് റാങ്ക് എമംഗ് കേരള കോളേജസ് വൈഡ്ലി റിഗാർഡ് ആസ് എ ബെസ്റ്റ്. ഓവറോൾ എല്ലാ കോളേജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആണ് NIT എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് 1 NIT കോളേജാണ് കേട്ടോ. രണ്ടാമത് വരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം. അത് നോർമലി സ്പേസും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു കോളേജ് കേട്ടോ. അതും ടോപ്പ് എമംഗ് ടോപ്പ് കേരള കോളേജസ് ഗുഡ് ഫോർ എയറോസ്പേസ്. അതെ, എയറോസ്പേസ് ഒക്കെ ഇല്ലേ, നമ്മൾ എയറോസ്പേസ് സ്പേസ് റിലേറ്റഡ് ഉള്ള സ്ട്രീംസ് ഒക്കെ ഉണ്ടല്ലോ, സ്പേസ് റിലേറ്റഡ് ഉള്ള സബ്ജക്ട്സ് അതൊക്കെ പഠിക്കാൻ ബെസ്റ്റ് കോളേജ് ആട്ടോ ട്രിവാൻഡ്രം. IIST, അടുത്ത IIT-യിൽ സെവൻകുളം ഔട്ട്സൈഡ് ട്രഡീഷണൽ 2025 NIRF റാങ്കിങ് ഫോർ കേരള എഞ്ചിനീയറിംഗ് കോളേജസ്. നല്ല കോളേജാണെന്ന് തോന്നുന്നു. എഞ്ചിനീയറിംഗ് നോർമൽ നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കത്തില്ലേ, ബിടെക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കെമിക്കൽ അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റ് ഉണ്ട്. അത് നല്ല കോളേജാണ് IIT പാലക്കാട്. പിന്നെ CET ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, അതും നല്ല കോളേജാണ്. അതും ബെസ്റ്റ് വെച്ചാൽ TKM ആ ഒരു സൈഡ് ഇതിൽ വരുന്ന ഒരു കോളേജാണ് കേട്ടോ. TKM ആ ഒരു ബേസിൽ വരുന്ന ഒരു കോളേജ് കേട്ടോ. പിന്നെ കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കൊച്ചി, എറണാകുളത്തുള്ള കോളേജ് കേട്ടോ കുസാറ്റ്. അതും ബെസ്റ്റ് കോളേജ് ആണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ബെസ്റ്റ് കോളേജാണ് എന്നും പറഞ്ഞ് എഞ്ചിനീയറിംഗ് മാത്രം ആരും നിൽക്കരുത്. ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാൻ നോക്കുക. പെട്ടെന്ന് ജോലി കിട്ടിയാൽ പെട്ടെന്ന് നല്ലത്, പൈസ ഉണ്ടാക്കാം. മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത കോളേജ് വരുന്നത് എൻ്റെ കോളേജ് തന്നെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. അതും ഈസ് എ ബെസ്റ്റ് കോളേജ് ഇൻ കേരള. പിന്നെ അടുത്ത കോളേജ് വരുന്നത്
വെൽ നോൺ എന്ന് വെച്ചാൽ പല ടൈപ്പിലുള്ള കോളേജ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആയിട്ടുള്ള കോളേജ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജ് ഉണ്ട്. സോ അതെല്ലാം ബേസ് ഒരുമിച്ച് നിർത്തിയ ഒരു കോളേജാണ് ഇത്രയും പറഞ്ഞ കോളേജസ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് NIT, പിന്നെ ട്രിവാൻഡ്രം, അത് എയർസ്പേസ് പഠിക്കുന്നവർക്ക് മാത്രം. ഓക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് സയൻസ് ടെക്നോളജി, പിന്നെ IIT പാലക്കാട്, CET ട്രിവാൻഡ്രം, കുസാറ്റ് കൊച്ചി, TKM കോളേജ് കൊല്ലം, പിന്നെ അതർ കോളേജ് നമ്മൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, ഗവൺമെൻറ് കോളേജൊക്കെ ഉണ്ടല്ലോ തൃശ്ശൂരിൽ, ഗവൺമെൻറ് കോളേജ് ഉണ്ട്. അത് എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ, പക്ഷെ ഗവൺമെൻറ് ആണ്, ഫുള്ളി ഗവൺമെൻറ്റാണ്, അതും നല്ല കോളേജാണ് കേട്ടോ. ഇപ്പം ഇതിൽ ഞാൻ പറഞ്ഞൊക്കെ ബേസിലി റാങ്കിങ്ങും ബ്രാഞ്ചും സ്ട്രീം എക്സാമും കാര്യങ്ങളെല്ലാം ബേസ് ചെയ്താണ് ഈ 5-6 കോളേജ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ പോകണം, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് ഇത് പഠിക്കാൻ പോകണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നല്ല കോളേജ് ആണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നോർമലി ChatGPT അടുത്ത് ചോദിച്ചപ്പോൾ ഈ 5-6 കോളേജിനെ പറ്റിയാണ് ChatGPT എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അത് പറ്റി മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സോ എന്നോട് കമൻറ്റിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ബ്രോ TKM കോളേജ് ഈസ് എ ബെസ്റ്റ് കോളേജ് ആണോ, അവിടെ പഠിക്കാൻ പറ്റുമോ, മാർക്കൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, നമുക്ക് കമൻറ്റിലൂടെ നമുക്ക് റിപ്ലൈ തരാം. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടൂ. പിന്നെ ഈസ് നോട്ട് എ കോളേജ് എഞ്ചിനീയറിംഗ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് അറിവ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നോക്കിയിട്ട് പറഞ്ഞത്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടെയും പറയുക, ഇറ്റ്സ് എ നോട്ട് പ്രൊമോഷൻ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.